അതുപോലെ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, മാനുവൽ ട്രാൻസ്മിഷൻ കാർ ഓടിക്കുമ്പോൾ അതിൻ്റെ ഗിയർ ലിവറിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ച് ഓടിക്കുന്ന ഒരു പ്രവണതയെ പറ്റിയാണ്. ഒരുപാട് പേര് ഇങ്ങനെ ഒരു കൈ മാത്രം സ്റ്റിയറിംഗ് പിടിച്ച് മറ്റേ കൈ എപ്പോഴും ഗിയർ ലിവറിൻ്റെ മുകളിൽ വെച്ച് ഓടിക്കാറുണ്ട്. ഇത് തെറ്റാണെന്നും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നും അങ്ങനെയുള്ള പല പല ഒപ്പീനിയൻസ് പല സൈഡിൽ നിന്നും കേൾക്കാറുണ്ട്. അതിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഇതുപോലെ ഇത്രയും ബലം ഇതിൽ അപ്ലൈ ചെയ്ത് ആ ഗിയർ ലിവർ താഴത്തേക്ക് ഒരുപാട് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൂടാതെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഗിയർ നമ്മൾ ഇത്തിരി മുമ്പോട്ടോ പുറകോട്ടോ ബലം കൊടുത്താണ് കൈ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഗിയർ ബോക്സിന് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെറുതെ ഗിയറിലിരിക്കുന്ന വണ്ടിയുടെ മുകളിൽ കുറച്ച് നേരം ഇങ്ങനെ കൈ വെച്ചു എന്നോർത്ത് വലിയൊരു ഇഷ്യൂ ഗിയർ ബോക്സിനോ അല്ലാതെ ഇതിൻ്റെ ലിങ്കേജിനോ ഫോർക്കിനോ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അത്യാവശ്യം പ്രഷർ കൊടുത്താണ് അങ്ങനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഗിയർ ഓരോരോ പൽചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഫോർക്ക് എന്ന് പറയുന്ന ഈ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം ഗിയർ ബോക്സിൻ്റെ അകത്തുണ്ട്. അതാണ് ഓരോ ഗിയറുകൾ ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ടോ പുറകോട്ടോ കുറച്ച് ബലം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോർക്ക് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റൽ പാർട്ടുമായിട്ട് കോണ്ടാക്ട് വന്ന് അതൊക്കെ തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിങ്ങനെ താഴത്തേക്ക് അധികം ബലം കൊടുത്ത് ഇതുപോലെ അമർത്തി വെച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ഗിയർ ബോക്സിന് ഒരു ലിങ്കേജ് ഒക്കെ വഴി ഫോർക്കിലേക്ക് ഇൻഎഫക്റ്റ് ആ പ്രഷർ എത്താനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് നേരമോ വെച്ചതുകൊണ്ട് ഇതിന് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കൈ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നാൽ എന്താണെങ്കിലും ഗിയർ ബോക്സിന് തേയ്മാനം കൂടുതലായിരിക്കും. അതുകൊണ്ട് കൈ പൊതുവെ ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എപ്പോഴും രണ്ട് കൈയും സ്റ്റിയറിംഗെ പിടിച്ച് ഓടിക്കുന്നത് തന്നെയാണ് സേഫ് ആയിട്ടിരിക്കാനും നല്ലത്. അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാലും കൈ ഗിയർ ലിവറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. ഇതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ്, ഏത് സൈഡിലാണെന്നുള്ളത്. വണ്ടി പെട്രോൾ അടിക്കാനൊക്കെ കൊണ്ട് നിർത്തുമ്പോൾ ഏത് സൈഡിലാണ് ഓപ്പണിംഗ് എന്ന് അറിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴി എല്ലാ ഫ്യൂവൽ മീറ്ററുകളുടെ അകത്തും ഉണ്ട്. ഇത് പണ്ടൊക്കെ ആൾക്കാർക്ക് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് മെസ്സേജസ് വാട്സപ്പ് വഴിയൊക്കെ വന്ന് ഇതെല്ലാവർക്കും പറയാവുന്നൊരു കാര്യമാണ്. എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വെച്ചു. നമ്മൾ ഈ ഫ്യൂവൽ മീറ്ററിൻ്റെ ഫ്യൂവൽ ഗേജിൻ്റെ ഈ സൈഡിൽ കാണുന്ന എംബ്ലത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാറിന് വലതുവശത്തേക്ക് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം എൻ്റെ ഈ കാറിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഓപ്പണിങ് റൈറ്റ് സൈഡിലാണ് എന്നുള്ളതാണ്. ചില കാറുകൾക്ക് അത് ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും ആരോ ഉണ്ടാവുക, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലാണ് ഓപ്പണിങ് എന്നുള്ളതാണ്. ഇത് വളരെ ചെറിയൊരു ഫീച്ചർ ആണെങ്കിൽ കൂടിയും ഇത് അറിഞ്ഞിരിക്കുന്നത് പല വണ്ടികൾ മാറി മാറി ഓടിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്തൊരു വണ്ടി ഒരു ദിവസം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏത് സൈഡിലാണ് ഫ്യൂവൽ ഓപ്പണിംഗ് നമ്മൾ ചിലപ്പോൾ കയറുന്നതിന് മുമ്പ് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു സെനാരിയോ ഒക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ചെറിയ ഇൻഡിക്കേഷൻ ഫ്യൂവൽ ഗേജിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു അടുത്ത പോയിന്റാണ്. ഇത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ പാനിക് ആവാനും ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ കാറിൽ ഫ്യൂവൽ നമ്മൾ മാറി റീഫ്യൂൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിപ്പോൾ രണ്ട് കാര്യത്തിൽ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ നമ്മൾ പെട്രോൾ കാറിൽ ഡീസൽ ഫില്ല് ചെയ്യാം, അതിൽ നമുക്ക് ഡീസൽ കാറിൽ പെട്രോൾ ഫില്ല് ചെയ്യാം. ഈ രണ്ട് സെനാരിയോ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് പാനിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ സർവീസ് സെൻ്ററിൽ വിളിച്ച് വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ റീഫ്യൂൽ ചെയ്തു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഗ്നീഷൻ ഓൺ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറി ഫില്ല് ചെയ്ത ഫ്യൂവൽ സിസ്റ്റം മുഴുവനകത്തേക്ക് കയറിയിട്ടുണ്ടാവും. അല്ല നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്താൽ പോലും ഫ്യൂവൽ പമ്പ് ഓണായിട്ട് പെട്രോൾ ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഡീസൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് സെനാരിയോയിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള സെനാരിയോ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്നതാണ്. കാരണം ഡീസൽ വണ്ടി പെട്രോൾ വണ്ടിനേക്കാളും ഒത്തിരി കൂടി പ്രഷറിലാണ് അതിൻ്റെ ഫ്യൂവൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2000 ബാർ പ്രഷറിലൊക്കെയാണ് ഡീസൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2000 ബാർ പ്രഷർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ക്യാം ഷാഫ്റ്റിലൊക്കെയാണ് സാധാരണ ഒരു പമ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഇലക്ട്രിക് പമ്പ് അല്ല, നമ്മുടെ മെക്കാനിക്കൽ എനർജി ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന എനർജി, ക്രാങ്ക് അല്ല, ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് ആ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2000 ബാർ പ്രഷർ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഹൈ പ്രഷർ വർക്ക് ചെയ്യുന്ന ഒരു പമ്പാണിത്. ഈ പമ്പിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ഡീസൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഡീസലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഡീസൽ ഒരു ലൂബ്രിക്കേറ്റിംഗ് ബിഹേവിയർ, ഒരു ഓയിൽ പോലെ ഇരിക്കുന്ന സാധനമാണ്.
പെട്രോൾ അതേസമയം ഈ ഓയിലൊക്കെ മാറ്റിക്കളയാൻ കഴിവുള്ളൊരു സാധനമാണ്, ഒരു ഡിറ്റർജന്റ് കേപ്പബിലിറ്റി ഉള്ളതാണ് പെട്രോളിന്. അപ്പം ഈ ഡീസൽ വെച്ച് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഓടുന്ന പമ്പിൽ നമ്മൾ അറിയാതെ പെട്രോൾ ഫില്ല് ചെയ്താൽ ഇത്രയും ഹയർ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന പമ്പിന് പിന്നെ ലൂബ്രിക്കേഷൻ ഇല്ലാതെ പോകും. അതുകൊണ്ട് മെറ്റൽ ഓൺ മെറ്റലൊക്കെ വരഞ്ഞ് പമ്പ് എന്താണേലും പോവും. അതിനുശേഷം വരുന്ന ഡീസൽ ഇഞ്ചക്ടറുകളും ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്രോൾ കാറുകൾ, ഇപ്പോൾ പുതിയ കാറുകളൊക്കെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ പെട്രോൾ കാറുകൾ ഡീസൽ ഒഴിച്ചാലും പ്രശ്നമാണ്. എന്നാൽ അതിനേക്കാളും വളരെ പ്രശ്നക്കാരൻ, എഞ്ചിന് ലോങ് റണ്ണിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഡീസൽ കാറുകളിൽ പെട്രോൾ ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി ഓണാക്കരുത്, ഇഗ്നീഷൻ ഓൺ ചെയ്യരുത്. എത്രയും പെട്ടെന്ന് സർവീസ് സെന്ററിൽ വിളിച്ച് വണ്ടി ടോ ചെയ്ത് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം അവർ ഫുൾ ഫ്യൂവൽ സിസ്റ്റം ക്ലീൻ ചെയ്ത് ചിലപ്പോൾ 1-2 പാർട്സ് ഒക്കെ മാറ്റേണ്ടിയും വരും. എന്നാണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റീഫ്യൂലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, എപ്പോൾ റീഫ്യൂൽ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളത്. അത് ഫുൾ ടാങ്ക് അടിക്കുന്നവർ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ റീഫ്യൂൽ ചെയ്യുമ്പോൾ ആ നോസിൽ വെച്ച് നമ്മൾ റീഫ്യൂൽ ചെയ്ത് ഫുൾ ആകുമ്പോൾ ടക്ക് എന്നുള്ളൊരു ഒച്ച കേട്ടിട്ട് അത് ഓഫ് ആവാറുണ്ട് ഓട്ടോമാറ്റിക്കലി. അത് അതിൻ്റെ അകത്തുള്ള ഒരു സിസ്റ്റം തന്നെ വെച്ചിട്ട് ഫുള്ളായി എന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുന്നതാണ്. ഈ പൊസിഷനിൽ ഓഫ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കൂടുതൽ നമുക്കൊരു ശകലമൊക്കെ ഫില്ല് ചെയ്താലും പ്രശ്നമില്ല. എന്നാലും അവിടെ വെച്ച് നിർത്താതെ പിന്നെയും കൂടുതൽ ഫില്ല് ചെയ്ത് വണ്ടി കുലുക്കിയൊക്കെ നിറയ്ക്കുന്ന ഞാൻ കണ്ടത് കാറുകൾ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ 1/2 ലിറ്റർ കൂടെ കൂടുതൽ കയറ്റാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ 1/2 ലിറ്റർ കൊണ്ട് നമുക്ക് ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല, ഞാൻ പണ്ടത്തെ ECU വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ചാർക്കോൾ ഫിൽട്ടർ, അതിൻ്റെ ഒരു ബൈപ്പാസ് വാൽവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ആ നോസിൽ എപ്പോൾ ഓട്ടോ ഓഫ് ആകുമോ അവിടെ വെച്ച് തന്നെ റീഫ്യൂലിംഗ് നിർത്തുന്നതാണ് നല്ലത്. നമ്മൾ കൂടുതൽ മല്ലി പിടിച്ചതിൻ്റെ അകത്ത് ഫ്യൂൽ കയറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും അതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കുക. ഈ ഓഫ് ആവുന്ന പോയിന്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ വെച്ച് നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സോ അത്രയാണ് പാർട്ട് 2 ഇവിടെ തീരുകയാണ്. എനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ തന്നെ ഞാൻ എൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാലാണ് മൊത്തം ഒരു ഐഡിയ കിട്ടുക. പാർട്ട് 1 ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയിന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.